നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് 2 ഈസി സ്നാക്ക് ഐറ്റംസ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകുന്ന ഐറ്റംസ് ആണിവ. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എല്ലാവർക്കും ഇഷ്ടമായ മാഗി നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സൈഡും കട്ട് ചെയ്തിട്ട് 5 പീസ് ബ്രെഡാണ്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതി അത്ര മതിയാകും, അത് ചെറുതായി പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 3 സ്പൂൺ മൈദ എന്നിവയാണ്. അപ്പോൾ 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. നമ്മൾ ഈ റോൾ ഉണ്ടാക്കുന്നത് ബ്രെഡിലാണ് അല്ലേ. അപ്പോൾ ബ്രെഡ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ചപ്പാത്തിയുടെ റോളർ ഉപയോഗിച്ചൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡൊന്നും പൊട്ടിപ്പോകരുത്. നമ്മുടെ ബ്രെഡിനൊരു കട്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കനം ഒന്ന് കുറച്ച് തീർത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മാഗിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്മോൾ പാക്കറ്റ് മാഗിയുടെ 2 പാക്കറ്റ്. ആ 2 പാക്കറ്റ് മാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീൻസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, കുക്ക് ചെയ്തിട്ട് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ആഡ് ചെയ്യുക. ഇത്ര വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നൊന്നുമില്ല, അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ്, ബീൻസ് ഒന്ന് ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള പൊടി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് മതിയാകും ഇത് കുക്കാകാൻ. ഓവർ കുക്ക് ആകണ്ട. നമ്മളിത് വളരെ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് കുക്കായി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് പറ്റിയതൊന്ന് കുക്കാവുന്ന സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാഗി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മാഗി നമ്മുടെ വെജിറ്റബിൾസോട്ടൊന്ന് മിക്സ് ചെയ്യാം. അധികം ഉടഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മാഗിയുടെ പാക്കറ്റിൽ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, ആ മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മാഗി ഒന്നും അധികം ഒത്തിരി ഉടഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ സോസാണ്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടൊമാറ്റോ സോസ് ഇപ്പോൾ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആകാനും ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വേറൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയും കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. കാരണം വെജിറ്റബിൾസൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ റോൾ ചെയ്ത് എങ്ങനെയാണ് ഇതെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് പീസസിലോട്ടും ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒത്തിരി കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഏകദേശം 1 സ്പൂൺ ഫില്ലിങ് ഇതിലേക്ക് വെച്ചാൽ മതിയാകും. അപ്പം നമുക്ക് ഫില്ലിങ് വെച്ച് ഈ ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അരികൊന്ന് മൈദ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ റോളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബട്ടറിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ റോൾസും ഇട്ട് കൊടുക്കാം. അതിൻ്റെ 4 സൈഡും ഒന്ന് കളർ ചേഞ്ച് വന്നൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാഗി റോള് റെഡിയായി. ഇനി നമുക്ക് ഈ സെയിം ഫില്ലിംഗ് ഉപയോഗിച്ച് തന്നെ മാഗി ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്.